യഹോവ നമ്മളെ നടത്തുന്ന കർത്താവ്, നമ്മളെ നയിക്കുന്ന കർത്താവ്, നമ്മളെ ജീവിപ്പിക്കുന്ന ദൈവം. അവൻ ലോകത്തിൽ നിന്ന് എത്രയോ പേര് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ദേശത്തിൽ നിന്ന് അടിവുകളൊക്കെ ഉണ്ടാകുമ്പോൾ, അവൻ നമ്മുടെ ദേശത്തിലും അവൻ മഴകളുണ്ടായിരുന്നു, നമ്മുടെ ദേശത്തിലും അവൻ കുന്നുകളുണ്ടായിരുന്നു, നമ്മുടെ ദേശങ്ങളിലും നഷ്ടങ്ങൾ ഉണ്ടാകുവാനുള്ള എല്ലാം നമുക്കും അവൻ ഉണ്ടായിരുന്നു. എങ്കിലും അവൻ നിങ്ങളുടെയും എന്റെ പ്രാർത്ഥന കാരണം അവൻ നിങ്ങളുടെ ആളിലെ ദൈവവുമായുള്ള ബന്ധം മുഖാന്തരം, അവൻ നിങ്ങളും ദൈവവുമായുള്ള ബന്ധം മുഖാന്തരം ഇന്ന് ജീവിപ്പിച്ചില്ലേ? അവൻ ശ്രീലങ്കയിൽ അനേകർ ചത്തു വീണുകൊണ്ടിരിക്കുമ്പോൾ, അവൻ ശ്രീലങ്കയിൽ അനേകർ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവൻ വീടില്ലാതെ, ഭവനമില്ലാതെ, അച്ഛനില്ലാതെ, അമ്മയില്ലാതെ, അവൻ ദൈവവുമായി അവൻ അനേകർക്ക് അവൻ ഒരു ബന്ധവുമില്ലാതെ അവൻ സിറ്റുവേഷനിൽ അവൻ അവൻ എന്ത് ചെയ്യും? ഇനിയുള്ള ദിവസങ്ങളിൽ എന്ത് ചെയ്യും? അവൻ അടുത്ത നേരം ആഹാരത്തിന് എന്ത് ചെയ്യും? അവൻ അടുത്ത നേരം കിടക്കുവാൻ എന്ത് ചെയ്യും എന്നൊക്കെയും ഓരോ മനുഷ്യനും വ്യാകുലപ്പെട്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, കർത്താവ് അവൻ അടിയും നിങ്ങളെയും എന്നെയും അവൻ ശ്രേഷ്ഠമായ നിലകളിൽ ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇന്ന് ഒരുക്കി വെച്ചിട്ടുള്ള അവൻ ഈ ഭാഗ്യ പദവി ഓർത്ത് അവൻ ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ കഴിയുന്നു. ഇന്ന് രാത്രി ശബ്ദരാധന ശക്തിയാൽ അവൻ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കുവാൻ സഹായിച്ചു. എന്ന കർത്താവ് ഞങ്ങളുടെ ജീവന്, ഞങ്ങളുടെ ആരോഗ്യവും, ഞങ്ങളുടെ ധനവും, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയോ, ഞങ്ങളുടെ മാതാപിതാക്കളെയോ, ഞങ്ങളുടെ സഹോദര സഹോദരികളെയോ, ഞങ്ങളുടെ കൂടപ്പിറപ്പുകൾ, കർത്താവ് ഞങ്ങളുടെ കൂട്ടുകാർ അവൻ മുഴുവനെ കാത്തു സൂക്ഷിച്ചുവല്ലോ. ആ ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുകയോ. ഞങ്ങൾ തിരിച്ച് പകരം ഒന്നും ചെയ്യുവാൻ ഇല്ലെങ്കിലും, ഞങ്ങൾ തിരിച്ച് പകരമായി യഹോവയ്ക്ക് ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും തന്റെ മറവിന്റെ കീഴിൽ, ചിറാകിന്റെ മറവിൽ അവൻ ഞങ്ങളെ മറച്ച് കോഴി തന്റെ കുഞ്ഞിനെ അവൻ മറയ്ക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ മറച്ചതിനായി അവൻ എത്ര നന്ദി പറഞ്ഞാലോ വാക്കുകൾ പോരാ. അതുപോലെ ഞങ്ങളെ ഓരോ ദിവസവും നയിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ നന്ദി. അല്പസമയം ഞങ്ങൾ ഈ രാത്രി സമയത്തിൽ അവൻ ദൈവവുമായി ബന്ധപ്പെട്ട് കർത്താവുമായി അവൻ ഒരു ബന്ധത്തിലായിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവൻ 2-3 പേര് എവിടെ കൂടുന്നുവോ അവരുടെ നടുവിൽ ഞാൻ വസിക്കുമെന്ന് പറഞ്ഞ് കർത്താവിന്റെ വാഗ്ദത്ത പ്രകാരം യഹോവ ഇന്ന് ഞങ്ങളോട് കൂടെ വസിച്ചിരിക്കുകയാൽ ഞങ്ങൾ അങ്ങയോട് അങ്ങ് ഞങ്ങളോട് കൂടെ അവൻ സംസാരിക്കുന്നവർ രാത്രി കാലങ്ങൾ ഇത് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവൻ ഇതൊക്കെയും ദൈവവും ഞങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ അല്ലെങ്കിൽ അടുത്ത ലെവലിലേക്ക്, അടുത്ത പൊസിഷനിലേക്ക് ഞങ്ങളെ ആത്മശുശ്രൂഷയുടെ അടുത്ത കനങ്ങൾ കാണുവാൻ, അടുത്ത ലെവലുകൾ പകരാൻ കാണേണ്ടതിന്, അവൻ അഭിഷേകം ഞങ്ങളെ പകരേണ്ടതിന് കർത്താവ് ഞങ്ങളെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുപ്പച്ച, ഇവിടെ പ്രസംഗിക്കുന്നതായ ദാസന്മാരെ കർത്താവിന്റെ കരങ്ങളിൽ തരുന്നു. അവൻ ഇവിടെ സംഘടന വായിക്കുന്നതായ ദൈവദാസന്മാരെ കർത്താവിന്റെ കരങ്ങളിൽ തരുന്നു. അവൻ ഇവിടെ കടന്നു വന്ന് കൂടിയിരിക്കുന്ന എല്ലാ ദൈവജനത്തെയും യഹോവയുടെ കരങ്ങളിലായി തരുന്നു. യഹോവ ഞങ്ങളോട് കൂടെ ഇരുന്ന് അവൻ ഞങ്ങളുടെ ആരാധനയിൽ കർത്താവ് പ്രസാദിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തതിനാൽ നന്ദി. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സങ്കീർത്തനം 14 വാക്യമുണ്ട്, 15 വാക്യമുണ്ട്. 14-15 വാക്യങ്ങൾ ചേർന്ന് വായിക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്താം. യഹോവേ, ന്യായത്തെ കേൾക്കണമേ, എന്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ. കപടമില്ലാത്ത അതരങ്ങളിൽ നിന്നുള്ള എന്റെ പ്രാർത്ഥനയെ ചെവികൊള്ളണമേ. നീ എന്റെ ഹൃദയത്തെ ശോധന ചെയ്തു, രാത്രിയിൽ എന്നെ സന്ദർശിച്ചു. നീ എന്നെ പരീക്ഷിച്ചു, ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്നതില്ല. എന്റെ വായിൽ ലംഘനം ചെയ്യുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. എന്റെ നടപ്പ് നിന്റെ ചുവടുകളിൽ തന്നെ ആയിരുന്നു, എന്റെ കാൽ വഴുതിയതുമില്ല. നിന്നെ ശരണമാക്കുന്നവരെ അവരോട് എതിർക്കുന്നവരുടെ കയ്യിൽ നിന്ന്
നിന്റെ വലം കൈയാൽ രക്ഷിക്കുന്നതിനായുള്ളവയെ നിന്റെ അത്ഭുത കാരുണ്യം കാണിക്കണമേ. എന്നെ ചുറ്റിവളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ വണ്ണം നിന്റെ ചിറകിന്റെ നിഴലിൽ എന്നെ മറച്ചു കൊള്ളണമേ. അവരിപ്പോൾ ഞങ്ങളുടെ കാലടി തുടർന്ന് ഞങ്ങളെ വളഞ്ഞിരിക്കുന്നു. ഞങ്ങളെ നിലത്ത് തള്ളിയിടുവാൻ ദൃഷ്ടി വയ്ക്കുന്നു. യഹോവേ, എഴുന്നേറ്റ് അവരോട് എതിർത്ത് അവരെ തള്ളിയിടണമേ. യഹോവേ, എന്റെ പ്രാണനെ നിന്റെ വാൾ കൊണ്ട് ദുഷ്ടന്റെ കയ്യിൽ നിന്നും ഞാനോ നീതി നിന്റെ മുഖത്തെ കാണും. ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകുള്ളതീമേ. സ്വർഗ്ഗത്തിലെ അങ്ങയുടെ മക്കളാകുന്ന ഞങ്ങൾ അങ്ങയിൽ ആശ്രയിച്ച് തീരുമാനിച്ച പ്രകാരം ഈ സന്ധ്യാസമയത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാനും അങ്ങയെ മാത്രം സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ അങ്ങ് ഞങ്ങൾക്ക് തന്ന വലിയ ഭാഗ്യത്തിന് സ്തോത്രം. അങ്ങ് പറഞ്ഞു, 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടുന്നോ അവരുടെ മധ്യത്തിൽ ഞാനുണ്ട് എന്ന് പറഞ്ഞ സ്വർഗത്തിലെ ദൈവം ഈ രാത്രിയിൽ ഞങ്ങളോടൊപ്പമുണ്ട്. കുഞ്ഞുങ്ങൾ പാടി ആരാധിച്ചപ്പോൾ അനേക കാര്യങ്ങൾ പറയുവാനിടയായി. ദേശത്ത് നടക്കുന്നതായ അനിഷ്ട സംഭവങ്ങൾ, പ്രതികൂലങ്ങൾ, ആമേൻ, എല്ലാം അതിൽ നിന്നെല്ലാം ഞങ്ങളെ വിടുവിച്ച നല്ലവനായ ദൈവം കർത്താവിന്റെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നതോടൊപ്പം ഈ വചനങ്ങളും തൻ്റെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരണം. അതോടൊപ്പം തന്നെ കർത്താവെ കടന്നു വന്നവർക്ക് മാത്രമല്ല, ഈ 17-ാം സങ്കീർത്തനം 15 വാക്യങ്ങൾ ഹല്ലേലൂയ. അപ്പഹ ദൈവത്തിൽ പല പ്രിയപ്പെട്ടവരും വിദേശ രാജ്യങ്ങളിൽ, വടക്കേ ഇന്ത്യയിൽ, തമിഴ്നാട്ടിൽ, ബാംഗ്ലൂരിൽ, കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. ഈ വചനം അവർക്കും അനുഗ്രഹമായി തീരുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ രാത്രി ഞങ്ങൾ ഈ വചനത്തിൽ ആശ്രയിക്കുന്നു. അടിയുടെ അനുഗ്രഹത്തോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ ആയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സ്ഥാപനത്തെയും തന്റെ മക്കളെയെല്ലാം ഓർത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം അനുഗ്രഹത്തിനായി സ്തോത്രം. അല്പസമയങ്ങളുടെ പാതപെടുത്തിയിരിക്കട്ടെ. അനുഗ്രഹത്തോടെ അയക്കണമേ. പ്രാർത്ഥനീയ സ്തോത്രം സകലതും യേശുവിന്റെ നാമത്തിൽ തന്നെ. കൃപയാൽ ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് കൂടി വരുവാനും നമ്മുടെ ദൈവത്തെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാനും കർത്താവ് നമുക്ക് ഒരവസരം കൂടി നൽകിയതിനായി നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമ്മെപ്പോലെ സമപ്രായക്കാരായി എത്രയോ പ്രിയപ്പെട്ടവര് ആമേൻ കഴിഞ്ഞ പകൽ കണ്ടവർ ഈ പകൽ കാണുവാനോ ഈ സന്ധ്യ കാണുവാനോ കഴിയാതെ അനേകർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോഴും ദൈവം നമുക്ക് തന്ന ആ വലിയ ഭാഗ്യത്തിനായി നന്ദിയോടെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഹല്ലേലൂയ. 2025 11-ാം മാസം 30-ാം തീയതി. ഇനി 31 ദിവസം കൂടി ബാക്കിയുണ്ട്. നാളെ 1-ാം തീയതി. ആമേൻ. 4 വെള്ളിയാഴ്ചയുണ്ട്, 4 ഞായറാഴ്ചയുണ്ട്. ഇന്ന് 334-ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്നു. ആണ്ടിന്റെ ആരംഭ ദിവസം മുതൽ ആമേൻ ഈ ദിവസം വരെയും ദൈവം നമ്മെ സൂക്ഷിച്ചു. ആമേൻ. ഹല്ലേലൂയ. ദാവീദിന്റെ ഒരു പ്രാർത്ഥനയായ സങ്കീർത്തനം 17 നമ്മളത് വായിക്കുവാനിടയായത്. ദൈവത്തിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേൻ. ഏതൊരു മനുഷ്യനെയും എങ്ങനെയും നമുക്ക് തോൽപ്പിക്കാൻ കഴിയും, എന്നാൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തിനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല. യാചിനും കഴിയത്തില്ല, ലോകക്കാർക്കും കഴിയത്തില്ല, ആർക്കും കഴിയത്തില്ല. ദൈവത്തിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ ആമേൻ ഏറ്റവും പ്രധാനപ്പെട്ടത് ആമേൻ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയാണ്. ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥനയാണ്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അത് എപ്പോൾ വേണമെങ്കിലും പ്രാർത്ഥിക്കാം, ഏത് സമയത്ത് വേണമെങ്കിലും പ്രാർത്ഥിക്കാം. ഞാൻ പലപ്പോഴും സഭയിൽ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ യാത്ര പോകുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, വഴി നടക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, ഏതെങ്കിലും കാര്യത്തിലാണെങ്കിൽ തന്നെയും നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എന്താ, കണ്ണടച്ച് നമ്മളിരുന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ മറ്റാരും കേൾക്കത്തില്ലല്ലോ. ഹൃദയം കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റാരും കേൾക്കുന്നില്ല, സ്വർഗം മാത്രം കേൾക്കുന്നു. ആമേൻ. അടുത്തിരിക്കുന്ന യാത്രക്കാരൻ ഓർക്കും ഇവൻ നല്ല ഉറക്കമാണെന്ന് വിചാരിക്കുക.
ആമേൻ. അപ്പോ ഏത് സന്ദർഭത്തിലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദാവീദ് പറയുന്നത് അതിന്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, വായിച്ചാട്ടെ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. യഹോവേ, ന്യായത്തെ കേൾക്കണമേ, എന്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ, കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുള്ള എന്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ബൈബിളിൽ നമ്മൾ പഠിക്കുമ്പോൾ ആമേൻ അനേകരെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആമേൻ പ്രാർത്ഥിക്കുന്ന അനേക ദൈവമക്കൾ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ ദാവീദായിരുന്നാലും ദാനിയേലായിരുന്നാലും അങ്ങനെ പലരും ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ 1 ശമൂവേൽ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം വായിച്ച്. 1 ശമൂവേൽ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. അങ്ങനെയല്ല യജമാനനെ, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ ഇല്ല. ആമേൻ. യഹോവയുടെ സന്നിധിയിൽ ഞാൻ എന്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അടുത്തിരുന്നവർ ഓർത്ത് ഇവൾക്കെന്തോ ആമേൻ ആപത്തുകൊണ്ട്, ഇവൾക്കെന്തോ പ്രയാസം